നമ്മൾ മയക്കുമരുന്ന് ശൃംഖല ഒരു ആളിനെ അല്ലെങ്കിൽ ഒരു ആളിനെ ഇരയാക്കി അവരുടെ നെറ്റ്വർക്കിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന്റെ ഏറ്റവും നല്ല ടിപ്പിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ ഈ അധ്യാപികമാരുടെ കാര്യത്തിൽ കണ്ടിട്ടുള്ളത്. ആദ്യം അവർക്ക് സൗജന്യമായിട്ട് മയക്കുമരുന്ന് കൊടുക്കുന്നു. അത് പലതവണ ആകുമ്പോൾ അവരതിന്റെ സുഖാനുഭവത്തിൽ ലയിക്കുകയും അടിമപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് അതിന് പണം ഇല്ലാതെ വരുമ്പോൾ സൗജന്യമായിട്ട് കൊടുത്തിരുന്ന നിൽക്കുന്ന സമയത്ത് അവർ വിൽപ്പനക്കാരായി മാറുന്നു, കടത്തുകാരായി മാറുന്നു. കുറച്ചു കഴിയുമ്പോൾ മയക്കുമരുന്ന് കിട്ടുന്നു, കടത്തുകാരായി മാറുന്നു. അതിനുശേഷം പണം കൂടെ കിട്ടിത്തുടങ്ങുന്ന സമയത്താണ് ഇവർ യഥാർത്ഥത്തിലുള്ള വിൽപ്പനക്കാരും കടത്തുകാരുമായിട്ട് ഇവർ മാറുന്നത്. ഇതിന്റെ പിന്നിലുള്ള ചെലവുകാരം എന്ന് പറയുന്നത് ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് കുട്ടികളുടെ മാതൃകയാണ്. അപ്പൊ അവർക്ക് ധാരാളമായ സ്വാധീന ശേഷിയുണ്ട്. ഇതുകൊണ്ടാണ് ഇത്തരക്കാരം മാത്രം ഈ മയക്കുമരുന്ന് ലോബി അവരുടെ അംഗമാക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇവർക്കിനി സംഭവിക്കാൻ പോകുന്നത് ഈ മയക്കുമരുന്നായിട്ടുള്ള MDMA 1/2 ഗ്രാം കൈവശം വെക്കുന്ന സമയത്ത് തന്നെ 1/2 ഗ്രാമിൽ കൂടുതൽ കൈവശം വെക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് അയാൾക്ക് റിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ശിക്ഷാവിധി എന്ന് പറയുന്നത്. ആദ്യം ആ റിമാൻഡ് കാലാവധി തന്നെ ആയിരിക്കും ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി ചാർജ് ഷീറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടുക എന്ന് പറയുന്ന ഒരു സംഭവം ഈ കേസിനകത്ത് ഉണ്ടാവാൻ വഴിയില്ല. ജാമ്യം കിട്ടാതെ തന്നെ ഇവർക്ക് ശിക്ഷ കിട്ടാനാണ് സാധ്യത. കാരണം ശിക്ഷ തന്നെ ഒരു 100 കേസ് കോടതിയിൽ വന്നാൽ 90 കേസിലും ശിക്ഷ കിട്ടുന്നതാണ് സാധാരണ പതിവ്. സർ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇത്തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന കുറേയധികം കാര്യങ്ങൾ അടുത്തിടെ സംഭവിക്കുമ്പോൾ ഇത് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയൊരു ആശങ്ക തന്നെയാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് രക്ഷിതാക്കൾക്ക് ഈ ലഹരി വസ്തുക്കൾ ആവശ്യപ്പെടുന്നവർ പണം ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ഓൺലൈനായി അയക്കുന്നതാണ് പതിവ്. തുടർന്ന് ഇവർ നൽകുന്ന നിർദ്ദേശങ്ങളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംഘത്തിലെ മറ്റംഗങ്ങൾ പണം നൽകിയവർക്ക് ലഹരി എത്തിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് പോലീസിന്റെ കണ്ടെത്തലാണ്. അപ്പോൾ 3 പേരും ലഹരി ഉപയോഗിച്ചിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണ് പോലീസ്. അപ്പം ഈ അധ്യാപകർ പഠിപ്പിച്ച കുട്ടികളുടെ ഭാവി ഇനി എന്താകും? ഇവർക്ക് എങ്ങനെയാണ് അതിൽ നിന്നും ഒരു മോചനം ഉണ്ടാകുക? ആരെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഇടപാടുകളിലേക്ക് പോയിട്ടുണ്ടോ എന്നൊക്കെ സംശയം കൂടുതൽ വരികയാണ്. എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇത്തരത്തിലുള്ള മയക്കുമരുന്നിന്റെ വിൽപ്പനക്കാർ ശൃംഖല നമ്മൾ എടുത്തു നോക്കിയാൽ സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരും അതിനകത്തുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിന്റെ സുഖാനുഭവവും കിട്ടുന്ന ലാഭത്തിന്റെ വലിപ്പവുമാണ്. അത്ര ലാഭമാണ് മയക്കുമരുന്നിന്റെ ലോബിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വിശിഷ്ടരായി കരുതുന്ന പല വ്യക്തികളും മയക്കുമരുന്ന് ലോബിയുടെ ഭാഗമാണ്. ഇതിന് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ ഒന്നും തന്നെ ഇതിനകത്തില്ല. ഇതിനകത്ത് ആകെയുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, മയക്കുമരുന്ന്, രണ്ടാമത് ലാഭം. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരെ സംബന്ധിച്ച് ഇവർ പുതിയ പുതിയ മാർഗങ്ങളിലൂടെ, ആധുനികമായ മാർഗങ്ങളിലൂടെയാണ് വിൽപ്പന നടത്തുന്നത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. മുമ്പ് നമ്മൾ മനസ്സിലാക്കിയത് രൂപ തന്നെ, പണം തന്നെ ഇല്ലാതെ മറ്റ് ചില ആധുനിക കോയിൻ സംവിധാനം ഉപയോഗിച്ച് വരെ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന കേസുകെട്ടുകൾ കേരളത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ പോലീസിനെയും മറ്റ് ഏജൻസികളെയും മറികടക്കുന്നതിന് വേണ്ടിയിട്ട് പുതിയ പുതിയ മാർഗങ്ങളാണ്, പുതിയ പുതിയ സങ്കേതങ്ങളാണ് ഇവർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ കുട്ടികളെ സുരക്ഷിതരാക്കുന്നതിന് വേണ്ടിയിട്ട് രക്ഷകർത്താക്കൾ നടത്തുന്ന പരിശ്രമം കൂടുതൽ തീവ്രമാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇത്തരത്തിൽ നിന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കുട്ടികളെ സംരക്ഷിക്കേണ്ടവർ തന്നെ വിൽപ്പനക്കാരാവുന്നു എന്ന് പറയുമ്പോൾ രക്ഷിതാക്കളുടെ മനസ്സിൽ തീകോരിയിരുന്ന സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. കേരളത്തെ ഞെട്ടിക്കുന്ന സംഭവമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.